ഇന്ന് വെറുതെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു ന്യൂസ് കട്ടിങ് കണ്ടു. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്യജീവികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നായാട്ട് മറ്റു രാജ്യങ്ങളിൽ ഉള്ളതുപോലെ വേണമെന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, ആളുകൾക്ക് പരിക്കേൽക്കുന്നു, ചിലപ്പോഴാകട്ടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇതിനായി നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. വേട്ടയാടൽ ഒരു നിയന്ത്രണ മാർഗമായി ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ നിയമങ്ങൾ അതിനെ അനുവദിക്കുന്നില്ല. അതിനാൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പുതിയ നയം സ്വീകരിക്കണമെന്നും വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആന, കടുവ തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടാൻ നിലവിലെ നിയമം അനുവദിക്കാത്തതിനാൽ മറ്റു ഫലപ്രദമായ മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഒരു കാര്യം വളരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം വളരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളത്തിൽ മനുഷ്യനും വന്യജീവികളും തമ്മിൽ സംഘർഷം ഇന്ന് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു സാമൂഹിക പ്രശ്നമാണ് തെരുവ് നായ്ക്കളുടെ പെരുപ്പം. ഈ രണ്ട് വിഷയങ്ങളും ഇന്ന് കേരളത്തിൽ ഗൗരവമായ ചർച്ചാ വിഷയങ്ങളാണ്. വന്യജീവികൾ നാട്ടിലിറങ്ങുന്നതിന് പല കാരണങ്ങളുമുണ്ട്. വനനശീകരണം ഒരു പ്രധാന കാരണമാണ്. മനുഷ്യൻ വനമേഖലകളിലേക്ക് കടന്നു കയറുന്നതോടെ വന്യജീവികളുടെ ആവാസവ്യവസ്ഥ നഷ്ടപ്പെടുന്നു. ഇതോടൊപ്പം അവ ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നു. കാലാവസ്ഥ മാറ്റങ്ങൾ, ജലക്ഷാമം തുടങ്ങിയ കാരണങ്ങളും വന്യജീവികളുടെ സഞ്ചാരപഥം മാറ്റാൻ ഇടയാക്കുന്നു. ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണേണ്ടത് അനിവാര്യം തന്നെയാണ്. വനസംരക്ഷണം കൂടുതൽ ശക്തമാക്കുകയും വന്യജീവികൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. അതോടൊപ്പം മനുഷ്യവാസ മേഖലകളിൽ വന്യജീവികൾ കടന്നു വരുന്നത് തടയുന്നതിന് കാട് കടന്നു വരുന്ന മൃഗങ്ങളെ കൊല്ലാനോ അല്ലെങ്കിൽ അവയെ മാറ്റിപ്പാർപ്പിക്കാനോ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, കൊല്ലുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പുറത്തേക്ക് ചാടി വരുന്ന, കാട് കടന്നു വരുന്ന മൃഗങ്ങളെ ആളുകൾക്ക് കാണാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റിന് അതൊരു വലിയ വരുമാന മാർഗമാകുകയും ചെയ്യും. ഇത് പറയുമ്പോൾ ചിലർ പറയും ഇത് മൃഗങ്ങളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണെന്ന്. എന്നാൽ മൃഗങ്ങളെ സംബന്ധിച്ച് ഇത് നല്ല കാര്യമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് കടുവകൾ നാട്ടിലിറങ്ങുന്നത് പരിക്ക് പറ്റുമ്പോഴോ പ്രായമാകുമ്പോഴോ ആണ്. അവർ ഒരിക്കലും കാട്ടിൽ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ പരിക്ക് പറ്റിയോ പ്രായമായോ വരുന്ന കടുവകൾക്ക് കാട്ടിൽ സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരെ കാട്ടിൽ നിന്ന് കൂട്ടിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് വലിയ കഷ്ടപ്പാടില്ലാതെ തന്നെ അവിടെ കൂട്ടിൽ ജീവിക്കാൻ സാധിക്കും. ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും ലഭിക്കുകയും ചെയ്യും. കാട്ടിലുള്ള മൃഗങ്ങൾക്കാണോ അതോ നല്ല കാഴ്ച ബംഗ്ലാവിലുള്ള മൃഗങ്ങൾക്കാണോ ആയുസ് കൂടുതൽ എന്ന് നോക്കിയാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാവും. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, കാട്ടിൽ ജീവിച്ച ഏറ്റവും പ്രായമുള്ള സിംഹം 14 വയസ്സിലാണ് മരിക്കുന്നത്. എന്നാൽ കാഴ്ച ബംഗ്ലാവുകളിൽ, സൂകളിൽ 20 വയസ്സ് വരെ സിംഹങ്ങൾ ജീവിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. ഇതോടൊപ്പം കേരളം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെരുവുനായ്ക്കളുടെ ശല്യം. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും തെരുവുനായ്ക്കൾ ഒരു ഭീഷണിയായി മാറിക്കഴിഞ്ഞു. കൂട്ടമായി നടക്കുന്ന തെരുവുനായ്ക്കൾ കുട്ടികളെയും മുതിർന്നവരെയും ആക്രമിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു. വാക്സിൻ എടുത്തിട്ട് പോലും പലരും പേവിഷബാധ ഏറ്റുമരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. എന്തിനാണ് ഇത്ര വലിയ റിസ്ക് നമ്മൾ എടുത്തു വയ്ക്കുന്നത്? മൃഗങ്ങളുടെ ജീവനേക്കാൾ വലുത് മനുഷ്യന്റെ ജീവൻ തന്നെയാണ്. തെരുവുനായ്ക്കളുടെ എണ്ണം പെരുകുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ കൊല്ലുകയാണെങ്കിൽ കൊല്ലുക തന്നെ വേണം. മാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നത് തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കാൻ ഒരു പ്രധാന കാരണമാണ്. കൂടാതെ ഉത്തരവാദിത്തമില്ലാത്ത വളർത്തുമൃഗ ഉടമകൾ നായ്ക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നത് ഈ പ്രശ്നം ഗുരുതരമാകുന്നു. തെരുവ് നായ്ക്കളുടെ ശല്യം നിയന്ത്രിക്കാൻ സർക്കാർ പല നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഈ പ്രശ്നത്തിന് ഇതുവരെ ഫലപ്രദമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വാക്സിനേഷൻ, വന്ധീകരണം തുടങ്ങിയ മാർഗങ്ങൾ ഒരു പരിധി വരെ ഫലം ചെയ്തേക്കാം. എന്നാൽ ഇതിൻ്റെ എല്ലാം ഫലം ദീർഘകാല അടിസ്ഥാനത്തിലേ ഉണ്ടാകും. അടിയന്തരമായി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു നടപടി ഗവൺമെന്റ് തീർച്ചയായും സ്വീകരിക്കണം.